ഹലോ, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ളോഗ്. ഇന്ന് നമ്മളൊരു ട്രാവൽ പോവാണ്. ഇന്നും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പത്തനംതിട്ടയിലോട്ടാണ്, ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട് എനിക്ക്. കുറേ നാളായി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 142 കിലോമീറ്റർ ആണ് നമ്മൾ പോകുന്ന ആ ഒരു ചർച്ചിലോട്ട് വരുന്നത്. പത്തനംതിട്ട ഒരു ചർച്ചിൽ വെച്ചിട്ടാണ് ഈ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ട്രിവാൻഡ്രം കൊല്ലം കയറി അങ്ങനെയല്ലേ പോകുന്നത്? ഡയറക്റ്റ് നമ്മുടെ ഹൈവേ തന്നെയാണ് പിടിച്ചു പോകുന്നത് അല്ലേ? MC റോഡ് പിടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 3 hours ആണ് പറയുന്നത്. നമ്മളല്ലേ ഹേനു ബേബി ഉണ്ട്. അപ്പം ഹേനു ബേബി ഇറങ്ങി കയറുവാണെന്നുണ്ടെങ്കിൽ ഇനി സമയം പോകും. അപ്പം നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഇറങ്ങേണ്ടി വരും. സോ 3 hours കൊണ്ട് എത്തുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഇന്നെന്തോ ദൈവം സഹായിച്ച് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. രാവിലെ അധികം മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം നിൽക്കുന്നത് തിരുവല്ലം ടോൾ പ്ലാസയിലാണ്. അപ്പം നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പാസ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ടോൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു കയറിയിട്ടുണ്ട്. കട്ട്ലറ്റ് അല്ല, ബജി എഗ് ബജി കഴിച്ചു അല്ലേ ബാബ? ഓക്കെ. ഇപ്പം സമയം 10:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 12 മണിയാകുമ്പോഴെങ്കിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സമയത്ത് ഇതിനിടയ്ക്ക് നമ്മൾ 2-3 സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡിലേ ഉണ്ട്. അതുപോലെ തന്നെ അറിയാമല്ലോ, MC റോഡാണ് പോകുന്നത്. സോ 2 way ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ലാഗും ഉണ്ട്. അപ്പോൾ ഹേനു ബേബി ഫുഡൊന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഹോർലിക്സ് മാത്രമാണ് കുടിച്ചത്. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ 11:30 നമുക്ക് റിസപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റില്ല എങ്കിലും 12 മണിയാകുമ്പോൾ നമ്മൾ എത്തുമായിരിക്കും അല്ലേ ചേ? പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. റോഡ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ശബരിമല സീസണാണ്, പക്ഷേ മോർണിംഗ് വലിയ തിരക്കില്ല. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയത്തില്ല. ബാക്കിൽ 2 പേര് ഹായ്. ചായയും ബജിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊല്ലം ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പിക്നിക് സ്പോട്ടാണ് ജടായു എഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞങ്ങൾ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ കല്യാണത്തിന് എത്താൻ ലേറ്റായി. സോ ജസ്റ്റ് വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ മൂവിയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു, ഒരു ഒട്ടകത്തിൻ്റെ ഒരു അടിപൊളി സ്റ്റാച്ചു ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ടൊക്കെ എത്തി. അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് തന്നെയായിരുന്നു. വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞ ഒരു ലെമണിൽ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേപ്പ് ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഹേനു ബേബി ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് കയറി. ജസ്റ്റ് കയറി എന്ന് പറഞ്ഞാൽ അവിടെ സംഭവം കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പയ്യനെ കയറി കണ്ടതിന് ശേഷം അവിടെ ഫുഡ് കൊടുക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരുന്നൊരു ഹോളാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അറേഞ്ച്മെൻറ്റും സ്റ്റേജ് ഡെക്കറേഷനും ഇതൊക്കെ ആയിട്ട് നല്ലൊരു ലൈറ്റ് ആംബിയൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് നല്ല ഇതായിരുന്നു കാണാനായിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നതിന് ശേഷം
പിന്നെ ചെക്കനെയും പെണ്ണിനെയും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പള്ളിയിലോട്ട് വന്നതാണ്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ലാസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ സ്റ്റേജിൽ വന്നതിന് ശേഷമാണ് ചെക്കനെ കണ്ടത്. കുറേ നാളിന് ശേഷമാണ് ഇച്ചായൻ്റെ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചു. ഫോട്ടോ എടുക്കാനൊക്കെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചായനാണെങ്കിൽ വേണ്ട, ഞങ്ങൾ പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടുപേരും. കുറേ നാളിന് ശേഷം കണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു യോയോ ഒക്കെ തന്നു യൂട്യൂബിൽ ഇടാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് സ്പോട്ടിലോട്ട്. സോ അപ്പോൾ നമ്മുടെ മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു ടീഷർട്ടൊക്കെ മാറ്റി, എവിടെയെങ്കിലും ഒരു സൈഡ് മതിയല്ലോ ഇതൊക്കെ മാറ്റാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എടത്വ ചർച്ചിലോട്ടൊന്നും പോകാമെന്നാണ്. ഞാൻ വളരെ കുഞ്ഞിലെ പോയിട്ടുള്ളതാണ്, വലിയ ഓർമ്മ ഒന്നുമില്ല ആ സമയത്ത്. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് അങ്ങോട്ടേക്കാണ്. അവിടെ നിന്ന് പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് അതിന് ശേഷം ആലോചിക്കാം. ഇപ്പോൾ നമുക്ക് ഏതായാലും നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 14 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി നോക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മളിന്ന് വന്നിട്ടുള്ള ചർച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഇതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. മാർ ഗ്രിഗോറിയസ് എന്ന് പറഞ്ഞൊരു ചർച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ചർച്ച് എന്ന് പറയുന്നത് തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലം, തിരുവല്ലയിൽ തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് എടത്തോയിലോട്ട് പോകാനുള്ള പ്ലാൻ. അപ്പം നമ്മൾ ഒട്ടും വൈകിക്കാതെ തന്നെ എടത്വ ചർച്ചിലോട്ട് വച്ച് പിടിച്ചങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടത്വ ചർച്ചിലോട്ട് വരുന്നത്. ഇച്ചായനും പപ്പയും അമ്മയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ല, വലിയ പള്ളിയാന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. തീർത്ഥാടന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഒരുപാട് പേര് ഇങ്ങനെ നേർച്ചയൊക്കെ ആയിട്ട് ഇവിടെ വരും എന്നുള്ളതൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എടത്വ പള്ളീനെ പറ്റി. അല്ലാതെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അതുപോലെ കണ്ടിട്ടുമില്ല ഞാൻ. അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ അവിടെ തിരുക്കർമ്മങ്ങളുടെയൊക്കെ സമയക്രമവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ഭയങ്കര ഒരു വലിയ സ്ഥലം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നല്ല ഏരിയ ഉണ്ട്. എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സെറ്റപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ഡോറ് തുറന്നിട്ടില്ല, സൈഡ് ഡോറ് വഴിയാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അകത്തെ പോർഷൻസ് ഒന്നും ഞാൻ കാണിക്കാറില്ല. സോ ഇതിലും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ പിന്നെ അകത്ത് കയറി പ്രാർത്ഥിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം പുറത്ത് കുറേ സംഭവങ്ങളുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം പോയത് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ എന്ന് പറയുന്ന അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് പോയത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും പിന്നെ അച്ഛനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഖബറടക്കത്തിനെ പറ്റിയും അച്ഛൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിനെ പറ്റിയും അതൊരു പുതിയ പെട്ടിയിലാക്കി അവർ വെക്കുന്നതിനെ പറ്റിയൊക്കെ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ്, പിന്നെ കുറേശ്ശെ പ്രാർത്ഥനകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ബോർഡ് പോലെ അവർ തൂക്കിയിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ ഫോട്ടോയും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണാനുള്ള പെർമിഷൻസ് അവിടെ നിന്ന് തന്നെ തരുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്നവർ ജസ്റ്റ് ഒന്ന് അവിടെ കാണുന്നത് നന്നായിരിക്കും. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷം നമ്മൾ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു കായൽ കണ്ടിട്ടുണ്ടായിരുന്നു. കായലാണോ എന്നാണെന്ന് അറിയത്തില്ല, കായലാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അത് പുറത്തിറങ്ങി കാണാൻ പറ്റിയില്ല, ഇതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പള്ളിയുടെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കാണുമായിരുന്നു. പഴയ പള്ളിയും പിന്നെ അവിടുത്തെ തന്നെ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ചുറ്റും. പിന്നെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലോട്ട് നമ്മൾ കുറേ നേരം പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറേ സ്ഥലമുണ്ട് നടക്കാനായിട്ട്. അപ്പം കുറേ നേരം നടന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പള്ളി ഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ കഞ്ഞി എന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം ചട്ടിയൊക്കെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഇങ്ങനെ കൊടുക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു ഗ്രോട്ടയിലോട്ടാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ഹേനു ബേബി ഒരു ഫിഷിനെ കണ്ടിട്ട് പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ഫിഷ്, അക്വേറിയം ആണെന്ന് തോന്നുന്നു. ഒരു 3-4 മീൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. വലിയ മീനുകളായിരുന്നു അതിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹേനു ബേബി അതിൻ്റെ അടുത്ത് പോയിട്ട്
അയ്യോ എന്ത് വലുതാന്നൊക്കെ ഉള്ള രീതിയിൽ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ നിറയെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട്, അവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിലോട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയുണ്ട്. മാത്രമല്ല ഇത് മീനൊക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഗ്രോട്ടോയിൽ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ അവിടെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ, പുറത്ത് ചെറിയ കിളികളെ വളർത്തുന്ന ചെറിയ കൂടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത്, ഞാൻ വീഡിയോ ഫുള്ള് കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഫുള്ള് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റും ഫുള്ള് നടന്ന് ഒന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, കറങ്ങി. പിന്നെ ഇരിക്കാൻ കുറച്ച് സീറ്റൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മഴ വരുന്നുണ്ടായിരുന്നു നല്ല. അപ്പം നമ്മൾ പുറത്തോട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയൊരു എന്താ പറയാ, വളരെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ചെയ്തു. ഒരുപാട് നേരം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. നല്ല മഴക്കോളം ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ പെട്ടെന്ന് തിരിച്ചു കയറിയത് എളുപ്പമായി. കാരണം അല്ലെങ്കിൽ മഴ നനയേണ്ടി വന്നേനെ. നമ്മളൊരു വണ്ടി കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്തോറും നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് മുതൽ, എടത്തോയിൽ നിന്ന് പിന്നെ ഇറങ്ങിയത് മുതലേ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ മഴയൊന്ന് തോർന്നത് കൊണ്ട് ഞങ്ങൾ വേറൊരു പള്ളിയിലും കൂടെ പോവാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെയുള്ള പരുമല പള്ളിയിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ പള്ളിയെ പറ്റി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആ പള്ളിയെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത്. ഇവരാരും തന്നെ പോയിട്ടില്ല, പപ്പയോ അമ്മയോ അങ്ങനെ ആരും പോയിട്ടില്ല. അപ്പം ഞങ്ങൾ മാപ്പിൽ കണ്ടതുകൊണ്ട് നല്ല വലിയൊരു തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ അതിൽ കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പം അവിടെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോയി. അവിടെ എത്തിയ ഉടനെ നല്ല മഴയായിരുന്നു. മഴ നനഞ്ഞ് കുടയൊക്കെ പിടിച്ചാണ് ഞങ്ങൾ പള്ളിയിലകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറിയപ്പോൾ എന്നോട് ഭയങ്കര ട്വിസ്റ്റ്. കാരണം അവിടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അകത്തോട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കയറി നിൽക്കാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് അവിടെ കയറി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം 2 പള്ളിയുണ്ട് അവിടെ, 2 സൈഡിലായിട്ട് 2 പള്ളികളും ഉണ്ടായിരുന്നു. 2 പള്ളിയിലും 2 കല്യാണം നടക്കുമായിരുന്നു. അപ്പം ഭയങ്കര ആളും തിരക്കും, പാർക്കിങ്ങിലൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ പള്ളിക്കകത്തോട്ടാണെങ്കിൽ കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെയും നല്ല തിരക്ക്, കല്യാണത്തിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങി. മാത്രമല്ല മഴ തോരുന്നതിന് മുമ്പ് അടുത്ത വണ്ടി കയറണമല്ലോ എന്ന് വിചാരിച്ച് ഓട്ടമായിരുന്നു ആ പള്ളിക്ക് ചുറ്റും. പിന്നെ അതിന്റെ സൈഡിലായിട്ട് കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ പള്ളിയിൽ അച്ഛന്മാർ താമസിക്കുന്ന ഒരു വീടും പിന്നെ അതിന്റെ ഒരു പാർക്ക് പോലെ, പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ, ഗാർഡൻ ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെയുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. ഒരുപാട് നേരമൊന്നും നിന്നില്ല, മഴ വരുന്നത് കൊണ്ട് തന്നെ. മൊത്തത്തിൽ ഇന്ന് ഫുൾ മഴയായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് വണ്ടി കയറി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ വണ്ടി കയറി തിരിച്ചിറങ്ങി. പിന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശപ്പ്. പിന്നെ അങ്ങനെ ചായ കുടിക്കാനായിട്ട് കയറി. മഴ, തണുപ്പ്, നല്ല ചൂട് ചായ, ചൂട് പരിപ്പ് വട എന്നൊക്കെ പറയുന്ന പോലെ നല്ല അടിപൊളി ഒരു ചായ പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയെടുത്ത് ട്രിവാൻഡ്രത്തോട്ട് വച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ട്രിവാൻഡ്രത്ത് എത്തുന്നത് വരെ നല്ല മഴ തന്നെയായിരുന്നു. ഞങ്ങൾ അപ്പം ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴും മഴ തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് കയറുകയാണ് ചെയ്തത്. പിന്നെ വീട് വരെ മഴ തന്നെയായിരുന്നു. പക്ഷെ വലിയ എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് നല്ല വലിയൊരു മഴയ്ക്ക് മുന്നേ തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് എത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ചെറിയ ട്രാഫിക്കിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം 45 മിനിറ്റ്സോളം അവിടെ കിടക്കേണ്ടി വന്നു. പിന്നെയാണ് നമ്മൾ അവിടെ നിന്നൊന്ന് കരകയറിയാണ് പിന്നെ വച്ച് പിടിച്ച് എത്തിയത്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബൈപ്പാസ് കയറി കാഞ്ഞിരംകുളത്തോട്ട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 8:30 കഴിഞ്ഞപ്പോഴാണ് ബൈപ്പാസ് കയറാൻ പറ്റിയത്. പിന്നെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ
കാഞ്ഞംകുളത്തെത്തി. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിക്കലൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ ഫേവറേറ്റ് സ്ഥലം ശരവണ ഭവനിലോട്ട് കയറി നൈറ്റുള്ള ഡിന്നർ എല്ലാം പാസ്സാക്കി അവിടുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജേണി അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.